അഡ്വക്കേറ്റ് എ ജയശങ്കർ, ഞങ്ങൾ പഴയ എൻ വാസുവിന്റെ ഒരു പ്രതികരണം പ്രേക്ഷകർക്ക് കാണാനായി നൽകുകയായിരുന്നു. അതിൽ എൻ വാസു രേഖകളൊക്കെ നോക്കി പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ക്രെഡിബിലിറ്റിയിൽ അന്നൊരു സംശയവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് 7:10 ആ പ്രതികരണം ഉണ്ടാകുന്നത്. 3-4 ദിവസം കഴിയുമ്പോൾ കോടതിയുടെ ഉത്തരവ് വരുമ്പോഴാണ് എൻ വാസുവിന്റെ ക്രെഡിബിലിറ്റിയെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. അല്ല, ഈ ദേവസ്വം കമ്മീഷണറായിട്ട് വെക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് എനിക്കും എന്നെ പോലെ പല ആളുകൾക്കും വലിയ സംശയമുണ്ട്. അന്ന് സാമൂഹ്യ മാധ്യമത്തിലടക്കം ഇത് ചർച്ചാ വിഷയമായതാണ്. ഇദ്ദേഹത്തെ പോലൊരാൾ ആ സ്ഥാനത്ത് ഇരിക്കുന്നതിന്റെ സാങ്കത്യവും അദ്ദേഹം അവിടെ ഇരുന്ന് ചെയ്യാൻ കാട്ടിക്കൂട്ടാൻ സാധ്യതയുള്ള കുണ്ടാമണ്ടികളും ഒക്കെ ചർച്ചാ വിഷയമായിരുന്നു. ഒരുപക്ഷെ അന്ന് ടെലിവിഷൻ ചർച്ചകളിൽ വന്നിരുന്നില്ല എങ്കിൽ പോലും അത് സാമൂഹ്യ മാധ്യമത്തിലും അഭിജ്ഞ വൃത്തങ്ങൾക്കിടയിലും ഒക്കെ അന്ന് സംശയം ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രത്യേക താല്പര്യം കൊടുത്ത് ദേവസ്വം ബോർഡിന്റെ ചെയർമാനായി വെച്ചപ്പോൾ ആ സംശയങ്ങൾ കുറെ കൂടി ബലപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ പല പ്രവൃത്തികളെ കുറിച്ചും നേരത്തെ ഉണ്ടായിരുന്ന സംശയം പ്രബലമായി എന്നുള്ളതാണ്. ഇപ്പോൾ അതിന് നമ്മുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം എങ്ങനെ അവിടെ കമ്മീഷണറായിട്ട് വന്നതും തുടർന്ന് ആ അടുത്ത കസേരയിലേക്ക് അദ്ദേഹം എങ്ങനെ മാറിയിരിക്കാൻ കഴിഞ്ഞു എന്നത് ഇതില് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഒരു ഉത്തരവാദിത്വം കൂടി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇദ്ദേഹത്തെ പോലെ കളങ്കിതനായ അല്ലെങ്കിൽ സംശയാസ്പദമായ ഭൂതകാലമുള്ളൊരു വ്യക്തി എങ്ങനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോലെ കൈയിട്ട് വരാൻ വലിയ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് കമ്മീഷണറായിട്ട് വന്നു. തുടർന്ന് മുമ്പ് ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ ദേവസ്വം കമ്മീഷണർ പ്രൊമോഷൻ കിട്ടി, അല്ലെങ്കിൽ ആ സ്ഥാനമാറ്റം കിട്ടി, സ്ഥാനക്കയറ്റം കിട്ടി, ദേവസ്വം ബോർഡ് പ്രസിഡന്റായി എന്നാലോചിക്കുമ്പോഴാണ് സത്യത്തിൽ ഇതിലുള്ള വലിയ ഗൂഢാലോചനയ്ക്ക് ഇനിയും അന്വേഷണം നടക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് നമ്മൾ ആലോചിക്കും. അഡ്വക്കേറ്റ് എ ജയശങ്കർ, അതിലൊരു പാറ്റേൺ വളരെ ദൃശ്യമാണ്. ഇപ്പൊ മുരാരി ബാബു പല ക്ഷേത്രങ്ങളിൽ ഇരുന്നിട്ടുണ്ട്. ഈ ഉത്സവം നടക്കുന്ന സമയത്ത് സ്പെഷ്യൽ ഓഫീസറായി അദ്ദേഹത്തിന്റെ സ്വന്തം താല്പര്യപ്രകാരം പല ക്ഷേത്രങ്ങളിൽ പോകും. അന്നദാനം മുതൽ ആനയൂട്ട് വരെയുള്ള ഇടങ്ങളിലെല്ലാം കൈയിട്ട് വാരും തുടങ്ങിയ ചരിത്രങ്ങളൊക്കെ ഇപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. ചെറിയ ചെറിയ ഇടങ്ങളിൽ പയറ്റി തെളിഞ്ഞ് ശബരിമലയ്ക്ക് പര്യാപ്തരാകുന്ന തരത്തിൽ ഉദ്യോഗസ്ഥർ വളരുമ്പോൾ അവിടേക്ക് എത്തുന്നു എന്നൊരു പാറ്റേൺ ദൃശ്യമാണ്. തീർച്ചയായിട്ടും ചെറിയ ചെറിയ സ്ഥലങ്ങളൊന്നുമല്ല, ഏറ്റുമാനൂർ അമ്പലം പോലെ വലിയ വലിയ സ്ഥലങ്ങളിൽ ഇരുന്നാണ് അദ്ദേഹം വ്യാപകമായി കൈയിട്ട് വരുള്ളത്. ശാർക്കര ക്ഷേത്രം അല്ലെങ്കിൽ ഏറ്റുമാനൂർ ക്ഷേത്രം വലിയ നടപരമുള്ള സ്ഥലങ്ങളാണ്. ശബരിമലയുടെ അത്ര ഇല്ലെന്നുള്ളൂ, എങ്കിൽ പോലും ശബരിമലയിലേക്കുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണെന്ന് വേണമെങ്കിൽ പറയാം. ശരി, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് എ ജയശങ്കർ ഞങ്ങളോട് സംസാരിച്ചതിന്. എന്തായാലും എൻ വാസുവിന്റെ